1581 ഏപ്രിൽ 24-നും 1660 സെപ്റ്റംബർ 27-നുമിടയിൽ ഫ്രാൻസിൽ ജീവിച്ചു മരിച്ച പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ എന്ന് തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഒരു ഇതിഹാസം തന്നെയായിരുന്നു. വിശുദ്ധന്റെ തീവ്രമായ ദൈവസ്നേഹവും കറയറ്റതും വിശ്വവിശാലവുമായ മനുഷ്യസ്നേഹവും എക്കാലവും എല്ലാവർക്കും സ്നേഹപ്രവർത്തനങ്ങളുടെ രംഗത്ത് ഒരാവേശമാണ്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരനിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന യേശുനാഥൻ്റെ വചനത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്നേഹ പ്രവൃത്തികളിലും ആധ്യാത്മിക നവോത്ഥാനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷൻ, വിൻസെൻഷ്യൻ സിസ്റ്റേഴ്സ്, അഗതികളുടെ സഹോദരിമാർ, ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്നീ സന്യാസ സഭകൾ വിശുദ്ധനിൽ നിന്നും ചൈതന്യം സ്വീകരിച്ചിരിക്കുന്ന സഭാസമൂഹങ്ങളാണ്. കേരളത്തിലെ എല്ലാ രൂപതകളിലും ഭൂരിപക്ഷം ഇടവകകളിലും പ്രവർത്തിക്കുന്ന സെന്റ് വിൻസെന്റ് ഡി പോൾ സഖ്യം എന്ന ജീവകാരുണ്യ സംഘടനയുടെ ചൈതന്യവും വിശുദ്ധ വിൻസെന്റിൽ നിന്നാണ്. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് 1904 കേരളത്തിൽ VC അഥവാ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ആരംഭിച്ചു. സഭയ്ക്ക് ഇന്ന് ഇന്ത്യയിൽ 3 പ്രൊവിൻസുകളുണ്ട്. ഓരോ പ്രൊവിൻസിനും ഇന്ത്യക്കകത്തും പുറത്തുമായി പോട്ട, മുരിങ്ങൂർ പോലുള്ള അനേക ധ്യാന കേന്ദ്രങ്ങൾ, വിവിധ തരം കോളേജുകൾ, സ്കൂളുകൾ, ആധ്യാത്മിക കേന്ദ്രങ്ങൾ, അനാഥശാലകൾ, അഗതി മന്ദിരങ്ങൾ, ആതുര സേവന സ്ഥാപനങ്ങൾ എന്നിവയെല്ലാമുണ്ട്. ഡി പോൾ കെയർ സെൻറ്റർ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ്റെ മേരിമാത പ്രൊവിൻസിൽ ഭാഗമായി മലബാർ ക്യാൻസർ സെൻറ്ററിനോട് ചേർന്ന് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. മലബാർ ക്യാൻസർ സെൻറ്ററിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് താമസിച്ച് ചികിത്സയ്ക്കും അതുപോലെ നല്ല വിശ്രമത്തിനും വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനം പ്രത്യേകം ഈ ക്യാൻസർ രോഗികൾക്ക് അവർക്ക് എല്ലാ ദിവസവും വീട്ടിൽ പോയി വരാൻ സാധിക്കാത്ത ഒരു ചികിത്സയാണ്. ഈ മലബാർ ക്യാൻസർ സെൻറ്റർ വടക്കൻ ജില്ലകൾ മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള രോഗികൾ ഈ MCC ആശുപത്രിയിൽ വരുന്നുണ്ട്. കേരളത്തിന് പുറത്തു നിന്ന് കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ക്യാൻസർ രോഗികൾ ഈ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഒരു ദിവസത്തെ അല്ല പല ദിവസങ്ങളിലുള്ള ചികിത്സയ്ക്ക് വരുന്ന ഒരു രോഗാവസ്ഥയാണ് സാധാരണ ക്യാൻസർ രോഗം. അപ്പോൾ ഈ ഡി പോൾ ക്യാൻസർ സെൻറ്ററിൽ എൻ്റെ അറിവനുസരിച്ച് ഒരു ദിവസം മുതൽ 8 മാസം വരെ ഇവിടെ താമസിച്ച് ചികിത്സ നടത്തി പോയവരുണ്ട്. അതുകൊണ്ട് ഇത്ര ദൂരെ താമസിക്കുന്നവർക്ക് ഈ ആശുപത്രിയോട് ചേർന്ന് താമസിച്ച് ചികിത്സിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമുള്ള ഒരു സ്ഥാപനം വിൻസെൻഷ്യൻ സഭ നൽകുന്ന വലിയൊരു സേവന ശുശ്രൂഷയാണ്. ഡി പോൾ
കെയർ സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ എത്തുന്ന, പ്രത്യേകിച്ച് ദൂരത്തു നിന്നൊക്കെ വരുന്ന പേഷ്യൻസിന് വളരെ ഉപകാരപ്രദമാണ് ഈ സെൻറ്ററിൻ്റെ ഒരു സേവനം. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള രോഗികൾ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ, പ്രത്യേകിച്ച് ന്യൂക്ലിയർ മെഡിസിൻ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള ചികിത്സയ്ക്കൊക്കെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും രോഗികൾ വരാറുണ്ട്. കൂടാതെ നമുക്ക് കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാം പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പേഷ്യൻസിന് വളരെ ഉപകാരപ്രദമാണ് ഈ ഡീപോൾ കെയർ സെൻറ്ററിൻ്റെ സേവനങ്ങൾ. മിക്കവാറും രോഗികളൊക്കെ തന്നെ റൂം പ്രിഫർ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു സേവനം നൽകുന്ന ഏക സ്ഥാപനം ഇവിടെ അടുത്തുള്ളത് ഡീപോൾ കെയർ സെൻറ്ററാണ്. അപ്പോൾ ഒരു വളരെ മിനിമം മാത്രം പൈസ വാങ്ങിക്കൊണ്ട് പേഷ്യൻസിന് വളരെ നല്ല രീതിയിലുള്ള, വളരെ ശുചിത്വമായിരുന്ന ഒരു അന്തരീക്ഷം, അവർക്ക് റേഡിയേഷനോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ ഒക്കെ എടുക്കുമ്പോൾ അത് ഇൻ ബിറ്റ്വീൻ സ്റ്റേ ചെയ്യാൻ, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടാൽ മതി എന്നൊക്കെ പേഷ്യൻസിന് അത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ അവർക്ക് അവിടെ സൗജന്യമായ ഭക്ഷണവും ഇവർ കൊടുക്കുന്നുണ്ട് ആ സ്റ്റേ ചെയ്യുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ പേഷ്യൻസിന് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ഡീപോൾ കെയറിനെ പറ്റി പറയാൻ എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. നല്ല ഇവിടെയുള്ള വരുന്ന രോഗികൾക്കെല്ലാം നല്ല ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻറ്ററിൽ വരുന്ന രോഗികൾക്ക് കീമോ എല്ലാം ചെയ്യുമ്പം അവിടെ താമസിക്കേണ്ട സൗകര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ വന്ന് താമസിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയാനുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഒന്ന്, ഈ ക്യാൻസർ രോഗികൾക്ക് ശുചിത്വം, അതോടൊപ്പം സുരക്ഷിതത്വം അത് നൽകുക എന്നുള്ളതാണ്. ക്യാൻസർ രോഗികളുടെ ഒരു സാമൂഹിക പശ്ചാത്തലം, അവർ ഈ രോഗം ഒരു പക്ഷേ മറ്റുള്ളവരോട് പറയാൻ മടിയുള്ളവരാണ്. അത് മറ്റുള്ളവരെ പറയാനോ വെളിപ്പെടുത്താനോ താല്പര്യമില്ല. പിന്നെ ഈ രോഗത്തിൻ്റെ ശാരീരിക വ്യതിയാനം കൊണ്ടും പ്രയാസം കൊണ്ടും കഴിയുന്നതും വേഗം അവർ ഒറ്റപ്പെട്ട് താമസിക്കാനാണ് അവരുടെ ഒരു മാനസികമായ സ്ഥിതിയും അതുപോലെ അവരുടെ ആവശ്യവും. അതിനുവേണ്ടി ഈ സ്ഥാപനമാണ്, ഈ മലബാർ ക്യാൻസർ സെൻറ്ററിനോട് പ്രവർത്തിച്ച് മുറികൾ, ഒരു രോഗിക്ക് ഒരു മുറി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന് 53 മുറികൾ ഉണ്ട്. ഒരു മുറിയിൽ 2 ബെഡ്, മേശ, കസേര, അളമാരി, സ്റ്റാൻഡ്, ടോയ്ലറ്റ് സൗകര്യം. ഇങ്ങനെയാണ് ഒരു മുറിയിൽ ഒരു രോഗിക്ക് നൽകപ്പെടുന്ന സൗകര്യങ്ങൾ. പിന്നെ ഒന്നിൽ കൂടുതൽ ബൈസ്റ്റാൻഡർമാർ കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകിൽ 3 മുറിയുള്ള ഒരു മുറി, അല്ലെങ്കിൽ അഡീഷണലായിട്ട് വേറൊരു മുറിയും അവർക്ക് നൽകുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 2 വർഷം മുമ്പ് സുഖമില്ലാണ്ടായിട്ട് വന്നതാണ്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യമൊക്കെ ആയിട്ട് ഇവിടെയാണ് താമസിച്ചേ. പിന്നെ 2 സർജറി വേണ്ടി വന്നു, അന്നെല്ലാം ഇവിടെയാണ് താമസിച്ചേ. പിന്നെ ഇപ്പം അസുഖം മാറി ഫോളോ അപ്പും റിവ്യൂ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാന്ന്. പിന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ അസുഖമായി വരുന്നവർക്ക് ഒത്തിരി ആശ്വാസം ഉള്ളൊരു സ്ഥാപനമാണ് ഇത്. ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലും സ്റ്റേ ചെയ്യാൻ കുറഞ്ഞ ചിലവിൽ നമുക്ക് 3 നേരം ഭക്ഷണവും കൂടെയുള്ള ആൾക്കും പേഷ്യൻറ്റിനും 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഒരു ചാപ്പലുണ്ട് ഇവിടെ. അപ്പം പ്രാർത്ഥന, നമ്മൾ ഒത്തിരി വിഷമിച്ച് വരുമ്പം ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇന്ന മതം ജാതി അങ്ങനെയൊന്നുമില്ല, ഏത് ജാതി മതസ്ഥർക്കും ചാപ്പലിൽ പോവാം. പിന്നെ ഇവിടുത്തെ അച്ഛൻ പാവപ്പെട്ടവർക്കും എല്ലാവർക്കും നല്ലൊരു സപ്പോർട്ടാണ്. അസുഖമായിട്ട് വരുന്നവർക്ക് പ്രാർത്ഥിക്കാനാണെങ്കിലും അച്ഛനോട് പറയുമ്പം ഒത്തിരി ആശ്വാസം കിട്ടും. നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി പറയാമെന്നെങ്കിൽ എനിക്ക് ഒരുപാട് ആശ്വാസവും പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇവിടുത്തെ ചാപ്പൽ പ്രതീക്ഷയും, പിന്നെ ഒരുപാട് എന്താ പറയുക, അസുഖമായി എന്നറിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ മെൻ്റലി ഒരുപാട് ഇതായി നിന്ന സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥാപനം, ഇവിടുത്തെ അന്തരീക്ഷം ഒരുപാട് ആശ്വാസമായിരുന്നു. ഞാൻ ഈ ഡീപോൾ കെയർ സെൻ്ററിൻ്റെ തൊട്ട അയൽവാസിയാണ്.
ഈ ഡീപോൾ കെയർ സെൻ്റർ എന്ന് പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം, എല്ലാ രോഗികൾക്കുള്ള സ്വാതന്ത്ര്യം പരിപാടിയാണ്. ഇവിടെ കുറഞ്ഞ ചിലവിൽ രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണ സൗകര്യവും എല്ലാം കൂടി കുറഞ്ഞ ചിലവിൽ കൊടുക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഈ പോളച്ചൻ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ നല്ലൊരു അങ്ങനത്തെ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. എല്ലാം സർപ്ലസ് ആയിട്ടുമുണ്ട്. രോഗികൾക്ക് കറങ്ങാനും അവിടെ വിശ്രമിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടുകളുണ്ട്. വൈകുന്നേരം രോഗികൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ചാപ്പലുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥാപനമാണ് ഡീപോൾ കെയർ സെൻ്റർ. അപ്പോൾ ഈ ഡീപോൾ അല്ലെങ്കിൽ ഈ മലബാർ ക്യാൻസർ സെൻ്ററിൽ വരുന്നവരുടെ വലിയ ഒരു പ്രയാസം ഇതിനടുത്ത് നല്ലൊരു ഹോട്ടൽ ഇല്ല എന്നുള്ളതാണ്. ആയതിനാൽ ഞങ്ങൾ ഇവിടെ ഈ രോഗിക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും 3 നേരം സൗജന്യ ഭക്ഷണം ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. അതുകൂടാതെ നൽകുന്ന വലിയൊരു സഹായം, വലിയൊരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഓരോ രോഗിക്കും ആവശ്യമായ, ക്യാൻസർ രോഗി ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ളവരാണ്. അന്നനാള ക്യാൻസർ രോഗികൾക്ക് വായിൽ കൂടി ഭക്ഷണം കഴിക്കാൻ ഒട്ടും തന്നെ സാധിക്കാത്തവരുണ്ട്. അപ്പോൾ ട്യൂബിൽ കൂടി ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. റേഡിയേഷൻ വഴി ചുണ്ടും അധരങ്ങളും നാവും എല്ലാം പൊട്ടി അങ്ങേറ്റം വേദനിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം തീർത്തും ദ്രാവക രൂപത്തിൽ നൽകി കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പ്രത്യേക ഒരു ഭക്ഷണക്രമം ഇവിടെ നൽകുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അവർക്ക് ആവശ്യമുള്ള പാല്, ചായ, കാപ്പി, മുട്ട, പഴം, മുത്താരി, ഓട്സ്, അങ്ങനെ ആ രോഗിക്ക് ഏത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുവോ അത് ആവശ്യപ്പെടുന്നത് അനുസരിച്ച് ഇവിടെ ഒരു ശുശ്രൂഷി അല്ലെങ്കിൽ ഒരു സഹോദരി ഈ ഭക്ഷണം എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ജോലിയായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രോഗികൾക്ക് ഇത്ര നല്ല സേവനം വേറെ എവിടെയും കിട്ടാൻ സാധ്യത കുറവാണ്. 3 നേരം ഭക്ഷണം, അതുമാത്രമല്ല നല്ല സ്റ്റാഫുകളും, അതുപോലെ നമ്മളെ ഡയറക്ടർ പോളച്ചനും. പിന്നെ രോഗികൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നല്ല ഒരു സ്ഥാപനമാണ്, നല്ല പെരുമാറ്റമാണ്. പ്രത്യേകിച്ച് പോളച്ചനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വിഷമത്തിലും പോളച്ചന് എല്ലാം കണ്ട് അറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ 3 നേരം ഭക്ഷണം കിട്ടുക ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. ഒരു റൂമിനെല്ലാം ചെറിയ പൈസയൊക്കെയാണ്. പിന്നെ ഇവിടെ പള്ളി, ആ വിശുദ്ധ കുർബാന കിട്ടുന്നതന്നെ വലിയൊരു അനുഗ്രഹമാണ്. രോഗികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന വെക്കുന്നുണ്ട് ഇവിടുത്തെ അച്ഛൻ. അതുപോലത്തെ സന്ധ്യാസമയത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഇല്ലാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. മരുന്ന് മാത്രം മതിയാവില്ല. ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, മരുന്നും പകുതി പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ സുഖപ്പെട്ടു പോകും. എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് ഇപ്പം 7 മാസമായി. 3 മാസം മുമ്പേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് 1 മാസം അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നേരം തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇവിടെ നല്ലൊരു ഇതാണിത്. കാരണം ഞങ്ങൾക്ക് സാധാരണക്കാർ പല രീതിയിലുള്ളവരാണല്ലോ. വളരെ ചെറിയ പൈസക്ക് ഭക്ഷണവും പിന്നെ താമസ സൗകര്യം, ഇത്രയും ഇതായിട്ടുള്ള സൗകര്യം എല്ലാം കിട്ടുന്നതെല്ലാം എല്ലാ കാര്യം കൊണ്ടും നല്ല ഇതായിട്ട് അന്ന് തന്നെ മനസ്സ് തൃപ്തിയോടെ തന്നെയാണ് ഇവിടുന്ന് പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഇപ്പോൾ എനിക്ക് ഇതാണ് റേഡിയേഷനാണ്. അപ്പോൾ 32 റേഡിയേഷൻ വേണം. ഇവിടെ തന്നെ വരാൻ കാരണം അതുകൊണ്ടാണ്. വേറെ ഒന്നും കൊണ്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു സ്ഥാപനമാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വളരെ ഇതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രത്യേകം രോഗികളുടെ ആവശ്യാനുസരണം അവരുടെ വസ്ത്രങ്ങൾ കഴുകുന്നതിന് താമസിക്കുന്ന മുറിയോട് ചേർന്ന് തുണി കഴുകി ഉണക്കുന്നതിനുള്ള സൗകര്യം എല്ലാ രോഗികൾക്കും ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ അലക്കി ഉണക്കി മടക്കി ഓരോ മുറിയിലും സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഷെൽഫും ശുചിത്വം അതുവഴി ഏറ്റവും നന്നായിട്ട് നൽകുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതൊരു പ്രത്യേക ഒരു സഹായമായിട്ട് എനിക്ക് തോന്നുന്നു.
പിന്നെ ആശുപത്രിയിലേക്കോ വീട്ടിലേക്കോ പോകുന്നതിനുള്ള വാഹന സൗകര്യം ഈ മുറ്റത്ത് നിന്ന് നൽകുന്നുണ്ട്. അത് ഈ ആശുപത്രി MCC ഇവിടുന്ന് 800 മീറ്റർ ദൂരെയാണ്. നടക്കാൻ പ്രയാസമുള്ള രോഗികൾക്ക് വാഹന സൗകര്യം ആവശ്യമുള്ള ഒരു സ്ഥാപനം കൂടിയാണിത്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒരു സൗകര്യം ഇതിനോട് ചേർന്ന് നൽകുന്നുണ്ട്. മുറിക്ക് വെളിയിൽ വിശ്രമിക്കുന്നതിന് രോഗിക്ക് ഈ മുറ്റത്ത് ഇരിപ്പിടങ്ങളും ഒരു ചെറിയ വള്ളിക്കുടിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു ഗ്രോട്ടോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാവരും വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒത്തുചേരുന്നതിനും ഒരു നല്ല ഒരു അവസരം ഈ സ്ഥാപനത്തോട് ചേർന്ന് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ താമസിക്കുന്നവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുൻപിലാണ് തലശ്ശേരി താലൂക്ക് ആയുർവേദ ആശുപത്രി. അവിടെ 5ലധികം ഡോക്ടർമാരുടെ സേവനമുണ്ട്. താലൂക്ക് ആശുപത്രി ആയതുകൊണ്ട് മരുന്നുണ്ട്, സൗജന്യമാണ്. ഈ ഗേറ്റിന് തൊട്ട് അപ്പുറത്താണ്. റോഡ് കടന്നാൽ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയാണ്. അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഇടത്തോട്ട് യാത്ര ചെയ്താൽ ഇന്ദിരാഗാന്ധി ജനറൽ ആശുപത്രി ഈ രോഗികൾക്ക് മറ്റ് രോഗപരിശോധനയ്ക്കും ഉള്ള സൗകര്യമാണ്. ഈ ഡീപോൾ കെയർ സെൻറ്റർ തലശ്ശേരി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് എളുപ്പത്തിൽ വന്നു ചേരാവുന്ന ഒരു സൗകര്യപ്പെട്ട സ്ഥലമാണ്. ഇതിനോട് ചേർന്നാണ് ഇപ്പോൾ പുതിയ ബൈപ്പാസ് കടന്നു പോകുന്നത്. കോഴിക്കോട് കണ്ണൂർ ബൈപ്പാസ്. ഇതിൽ 5 മിനിറ്റ് നടന്നാൽ ഈ ബൈപ്പാസിൽ എത്തിച്ചേരാനായിട്ടും സാധിക്കും. തൊട്ടടുത്തുള്ള ജില്ലകൾ, അതായത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, വയനാട്, കാസർഗോഡ് ഇങ്ങനെയുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന രോഗികൾ 2 മാസം 3 മാസം 1 മാസം ഇങ്ങനെ ആശുപത്രി കാണിച്ചു കഴിഞ്ഞാൽ അവരിവിടെ സ്റ്റേ ചെയ്യും. ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റിന് പോവുക വരിക ഇങ്ങനെയൊക്കെ ആണ്. നല്ലൊരു അന്തരീക്ഷം, നല്ല സൈലൻ്റ് ഏരിയ, പൊടിശല്യമില്ല, പുകപടലങ്ങളില്ല, ഒന്നുമില്ല. പിന്നെ എല്ലാം ചെറിയ പൈസക്ക് ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം, അതായത് രോഗിക്കും രോഗീൻ്റെ കൂട്ടിരിപ്പുകാരെ ഒരാൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. നല്ല ഒരു സ്ഥാപനം. ഞാൻ നേഴ്സിംഗ് പഠിച്ചതാണ്. ഇപ്പോൾ ഇല്ല, ഞാൻ സ്വന്തമായിട്ട് ഹോം നേഴ്സ് ഓഫീസാണ് നടത്തുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഹോം നേഴ്സ് ഓഫീസ്. എന്തെങ്കിലും പെട്ടെന്ന് രോഗികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോളച്ചനും വിളിക്കും, സഹായം ചെയ്തു കൊടുക്കും. എൻ്റെ ഭർത്താവാണ് ഇവിടെ അധികം ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. രോഗികളെ കൊണ്ടുപോകും മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക്. ഈ ഡീപ്പോളുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എന്നെ കൂടാതെ വേറെ 2 അച്ഛന്മാരുണ്ട്. വിൻസെൻഷൻ സഭയിൽപ്പെട്ട അച്ഛന്മാരാണ്. ഒന്ന് ഫ്രാൻസിസ് മുതുകുത്താനി അച്ഛൻ, പിന്നെ ഈ വർഷം തിരുപ്പട്ടം സ്വീകരിച്ച ജിതിൻ അച്ഛനും ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഈ കോടിയേരിയുടെ പ്രത്യേകത, ഇവിടെ തലശ്ശേരി രൂപതയിൽപ്പെട്ട ഒരു സഭയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം. പാമ്പ്ലാനി പിതാവും വലിയമറ്റം പിതാവും അവിടുത്തെ ജനറൽ അച്ഛനും കവീലച്ഛനെല്ലാം ഈ സ്ഥാപനത്തോട് വലിയ സ്നേഹവും സഹായവും ഒക്കെ നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ശാരീരിക ആരോഗ്യത്തോടൊപ്പം ആത്മീയമായ ഒരു ശക്തി സഹായവും ഞങ്ങൾ കഴിയുന്നതും പ്രാർത്ഥന വഴി നൽകുന്നുണ്ട്. പിന്നെ ഈ രോഗികൾക്ക് പ്രത്യേകം കാണപ്പെടുന്ന ഒരു വലിയ പ്രയാസം, ഈ രോഗം ക്യാൻസർ കേൾക്കുമ്പോൾ ഭയപ്പെട്ട് കഴിയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നൽകുന്നതിന് ഇവിടെയുള്ള അച്ഛന്മാർ എപ്പോഴും സന്നദ്ധരാണ്. അപ്പോൾ ഇവിടെ ഈ കത്തോലിക്കർ മാത്രമല്ല, ഇവിടെ വരുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവർ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, അതുപോലെ കാസർഗോഡ് വയനാടിൽ നിന്ന് വരുന്ന ഏറ്റവും ഗ്രാമപ്രദേശത്തിലുള്ള ആദിവാസികൾ വരെയും ഇവിടെ രോഗികളായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും അവർക്ക് ഇവിടെ നൽകപ്പെടുന്ന എല്ലാ അവസരങ്ങളും, മുറിയും പ്രാർത്ഥനയ്ക്കും എല്ലാ അവസരവും നൽകുന്നുണ്ട്. അങ്ങനെ ഒരു വേറിട്ട പ്രാർത്ഥനകളോ അല്ലെങ്കിൽ കാഴ്ചപ്പാടോ ഈ സ്ഥാപനത്തിൽ ഒരാളും ചെയ്യുന്നില്ല.
ഈ ഡീപോൾ കെയർ സെൻ്ററിൻ്റെ ഉദ്ദേശം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മാത്രം, ക്യാൻസർ രോഗികൾ ദൂരെ നിന്ന് വരുന്നവർക്ക് വീട്ടിൽ പോയി ചികിത്സ നടത്താൻ പറ്റാത്ത ഏത് രോഗിക്കും ഈ ഡീപോൾ കെയർ സെൻ്ററിൽ താമസ സൗകര്യം നൽകി അവരെ പരിചരിക്കും. അത് രാത്രി വന്നാൽ പോലും ഗേറ്റ് തുറന്ന് അവരെ സ്വീകരിച്ച് അവരെ ഒഴിവാക്കാതെ അവരെ നയിക്കുക, അവർക്ക് അഭയം നൽകുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. ഞാൻ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഉള്ള ആളാണ്. 10 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അത് ഞാൻ ഓഫീസും സെക്യൂരിറ്റി ലൈനിൽ വർക്ക് ചെയ്ത ആളാണ്. കുഞ്ഞു കിച്ചണിലേക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനം നല്ല അടിപൊളി സ്ഥാപനമാണ്. രോഗികൾക്ക് വന്ന് നിൽക്കാനും എല്ലാം നല്ലൊരു സൗകര്യമുള്ള സ്ഥാപനമാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കുന്ന ഒരു പ്രശ്നമില്ല. അത്രയും അടച്ചുറപ്പുള്ള മുറിയാണ്. ഭക്ഷണമൊക്കെ കൃത്യമായി എല്ലാവർക്കും 3 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഇവിടെ വന്നു പോകുന്നവർക്ക് നല്ല അഭിപ്രായമാണ്. കാരണം ഇവിടെ എല്ലാ സൗകര്യമുണ്ട്. കാരണം വെച്ചാൽ വെള്ളത്തിന് ചൂടുവെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ ഭക്ഷണമെല്ലാം കൃത്യ ടൈമിനെല്ലാം അവർ കിട്ടുന്ന ഒരു ഇതായിട്ടുള്ള ഇവിടെ തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ വന്നു പോകുന്ന രോഗികൾക്കൊക്കെ വളരെയേറെ തൃപ്തിയാണ്. ഇവിടെ രോഗികൾക്കൊക്കെ നടക്കാനും വൈകുന്നേരം നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പുറത്ത് എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ ചെടി വലിയുള്ള സ്ഥലമുണ്ട്. അവിടെ ജനങ്ങൾ കൂടി നിന്നിട്ട് പല കാര്യങ്ങളും അവർ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്. പാട്ടുമൊക്കെ പാടാറുണ്ട്, കഥകൾ പറയാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ജനങ്ങൾക്ക് അത്രയും നല്ലൊരു സംതൃപ്തിയുള്ള സ്ഥാപനമായിരുന്നു. മാനത്തുദിച്ചേതോ മണ്ണിൽ മുളച്ചേതോ ഏതാണി രാജാത്തി, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്തി രാജാത്തി. മാനത്തുദിച്ചേതോ മണ്ണിൽ മുളച്ചേതോ ഏതാണി രാജാത്തി. എൻ്റെ പേര് ലൈലാബി. ഞാൻ തിരുവങ്ങൂരിൽ നിന്നാണ് വരുന്നത്. അതായത് കോഴിക്കോട് ജില്ലയിൽ ചേമഞ്ചേരി പഞ്ചായത്തിൽ. പിന്നെ എനിക്ക് ബ്ലഡ് ക്യാൻസറായിട്ടാണ് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഇവിടെ വന്നിട്ട് 1 മാസവും 7-8 ദിവസമായി. എനിക്ക് ഇവിടുത്തെ അനുഭവം വളരെ നല്ലതാണ് പറയാനുള്ളത്. ഇവിടെ ഉള്ള എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് എല്ലാവരും നല്ല കെയറിങ് ആണ്. പിന്നെ എല്ലാം കൊണ്ടും നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഞങ്ങളെ കൂടാതെ 6 സഹോദരന്മാർ, ആത്മീയ സഹോദരന്മാർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനും അതുപോലെ റിസപ്ഷനിൽ എപ്പോഴും ആള് സന്നിഹിതനാകുന്നതിന് വേണ്ടി സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടി അവിടെ ആത്മായ സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. കോടിയേരിയിൽ നിന്ന് വന്നുപോയി ജോലി ചെയ്യുന്ന ഏതാനും പേരുണ്ട്. ദൂരെ നിന്ന് ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും അതോടൊപ്പം സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയിലൂടെയും ഈ സ്ഥാപനം മറ്റുള്ളവർക്ക് വലിയ പ്രയോജനം നൽകുന്നുണ്ട്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾക്ക് സുഖമില്ലാതെയായി 2 വർഷമായി നമ്മളുടെ ആയിട്ട്. പിന്നെ ഇവിടെ കിച്ചണിലൊരു ചെറിയ ജോലി അച്ഛൻ തന്നു, അത് ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഭക്ഷണമെല്ലാം ഒരുക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ ഡീപ്പോളിൽ ഞങ്ങൾ വന്ന് താമസമായി. എൻ്റെ പേര് ആബിദ എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് തിരൂർ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 മാസം കഴിഞ്ഞ്. എന്തിനും നമുക്ക് രാവിലെ പുലർച്ചെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എന്ന് എഴുതി വെച്ചെങ്കിലും കൂടിയിട്ട് 7-8 മണി വരെയൊക്കെ അമ്മച്ച് പ്രായത്തിൻ്റെ വ്യത്യാസം നോക്കാതെ നമുക്ക് എപ്പോൾ എന്ത് പറഞ്ഞ് ഓടിച്ചെന്നാലും നമുക്ക് ഉണ്ടാക്കി തരാനും ഒക്കെ നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഭക്ഷണം വെക്കുന്ന മൂപ്പരാണെങ്കിലും പുലർച്ചെ 4 മണി 4:30 ആകുമ്പോൾ എഴുന്നേറ്റ്, അതും പ്രായപരിധി ഒന്നും നോക്കുന്നില്ലല്ലോ, അതും വെച്ച് വിളമ്പി നമുക്കെല്ലാവർക്കും വിളമ്പി വെച്ചതിന് ശേഷമാണ് മൂപ്പരതായത്. ഇങ്ങനെ പിന്നെയാണ് ഇവിടുത്തെ അന്തരീക്ഷങ്ങളാണെങ്കിൽ നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നതാണെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ 1.5 മാസം ഇവിടെ വന്നിട്ട് നമുക്ക് നല്ലൊരു ഇതേ തോന്നിയിട്ടുള്ളൂ. ഒന്നിനോടും ഒരു ഇതായി തോന്നിയിട്ടില്ല. ഈ അച്ഛനാണെങ്കിലും ഒരു അച്ഛൻ്റെതായ ഒരു നിലയല്ല, നമ്മളെപ്പോലത്തെ ഒരാളായി. ആ നേരം വെളുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും മൂപ്പർ തന്നെ സ്വയം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോഴേ നമ്മൾ പറയലുണ്ട്. നല്ലൊരു
ഇതാണ് മൂപ്പരുത് എന്ന്. അല്ലാതെ അച്ഛന്മാരായി ഇങ്ങനെ നടക്കുന്ന രൂപത്തിലൊന്നല്ല മൂപ്പര്, നമ്മളൊരാളായി പോലെ തന്നെ മൂപ്പരും നിൽക്കുന്നത്. എല്ലാത്തിനും നല്ലൊരു അഭിപ്രായമേ ഉള്ളൂ ഇവിടെ നിന്നിട്ട്. പിന്നെ ഇവിടെ വന്ന് പോകുന്നവർ ഇവിടുത്തെ ശുശ്രൂഷയിലും പരിചരണത്തിലും അവർ ഒരു തൃപ്തിയായി മടങ്ങുന്നു എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ ഒരു സന്തോഷം. എല്ലാവിധ അനുഗ്രഹങ്ങളും നിശ്ചയങ്ങളും നന്മയ്ക്കായി കാണുന്നത് കൊണ്ട് ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് തെളിഞ്ഞു വന്നു. ആ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ പൂജയ്ക്ക് ശേഷം ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. സൗഖ്യദായകനായ ഈശോയെ, അങ്ങേ സ്നേഹിതരായ രോഗികളെയും ശുശ്രൂഷകരെയും യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുക്കരങ്ങളിൽ അഭയം നൽകണമേ. അങ്ങയുടെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അവരുടെ ശരീരങ്ങളെ മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്ത് സംരക്ഷിക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ അവരുടെ മുറിവുകളെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ ആലയങ്ങളായി രൂപപ്പെട്ടിരിക്കുന്ന അവരുടെ ശരീരങ്ങളെ രോഗപീഠകളിൽ നിന്നും അകറ്റുകയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങേ തിരുവചനം അവരുടെ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് ബലപ്പെടുത്തണമേ. അവരുടെ സഹനങ്ങൾ രക്ഷാപദ്ധതികളായി ഭവിക്കട്ടെ. രോഗികളെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർക്ക് ഇഹത്തിൽ അവരുടെ ആനന്ദവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ആമീൻ. വിശുദ്ധ വിൻസെൻ്റ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ.